രാവിലെ തന്നെ വേദുക്കുട്ടൻ അമ്മമ്മ പറിച്ച പയറായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അതാ അമ്മ എനിക്ക് ഇത്രയും പയർ കിട്ടിയിട്ട് എന്ന് പറഞ്ഞ് വന്നതാണേ. ഇന്ന് ഞാനും ബേബിയും കൂടിയിട്ട് തുടക്കം ഫിലിം കാണാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേദുട്ടനെ കൊണ്ടുപോകണില്ലേ. വേദുട്ടനെ അമ്മ നോക്കുകയാണ്. അവനെ കൊണ്ടുപോയാൽ ശരിയാവില്ല, പക്ഷേ അവനെ മനസ്സിലായി ഞങ്ങൾ എങ്ങോട്ടോ പോവുകയാണെന്ന്. ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതാ ഡ്രസ്സൊക്കെ പാവം കയ്യിൽ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അവനും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. പക്ഷേ ഞാൻ കൊണ്ടുപോയില്ലേ അവനെ. പിന്നെ ഞങ്ങൾ പോകാൻ നേരത്തെ അവൻ ഓക്കെ കേട്ടോ. ഈ ടോപ്പ് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിയതാണേ. ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റിയ ടോപ്പാണ്. 9 മണി വരെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ നല്ല മഴ. അതല്ലെങ്കിൽ അങ്ങനെയാണ്, മഴയ്ക്ക് നല്ല എവിടെ നിന്നോ ഒരു ന്യൂസ് ഇട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് എന്ന്. അപ്പോൾ അതാ വേദ് ഞങ്ങൾ പോകുമ്പോൾ പിന്നെ ഓക്കെ ആയിട്ടോ. അവനെ അമ്മ കടയ്ക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞപ്പോൾ അവ ഓക്കെ ആയി ടാറ്റയും ബൈ ബൈ ഒക്കെ തന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഒരു 10 മണിയാകുമ്പോൾ ഇറങ്ങണേ. 11:30 ഷോക്കാണ് ഞങ്ങൾ പോകുന്നത്. ടിക്കറ്റൊക്കെ തലേ ദിവസം തന്നെ ബുക്ക് ചെയ്തു കേട്ടോ. എന്തായാലും തുടക്കം മൂവീനെ കുറിച്ചിട്ട് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. നിങ്ങളൊക്കെ കണ്ടു എന്ന് പറയൂ കേട്ടോ. എങ്ങനെയുണ്ട് മൂവി എന്നും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതാ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. കുറച്ച് നേരം അവിടെ നിന്നിട്ട് 10 മണിക്കാകുമ്പോൾ ബസ് കിട്ടിയിട്ടോ. അപ്പോൾ പെട്ടെന്ന് ബേബി പറയുന്നു, അമ്മ ഇതാ നോക്കുക, വണ്ടിയിൽ നിന്ന് വീണതാണ്, മീനാണ് എന്ന്. ഞാൻ അപ്പോൾ സൂം ചെയ്തെടുത്തു നോക്കിട്ടോ. സംഭവം മീനൊന്നും ഒരു ഇലയാണ് കിടക്കണത്, അതിനെയാണ് അവൾ മീനാന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങളിതാ ബസ്സൊക്കെ കിട്ടി. ഞങ്ങളിതാ കൂട്ടുപാത ഇറങ്ങി. കൂട്ടുപാതയിൽ നിന്ന് പിന്നെ ബസ്സൊക്കെ കിട്ടി കൂറ്റനാട് എത്തിയിട്ടോ. ഈ തിയേറ്ററിലേക്ക് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. സിറ്റി സെൻട്രൽ മാളിലെ ഏതോ ആണ് കേട്ടോ. അതാ സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയാൽ തന്നെ കാണാം കേട്ടോ. കുറച്ചേ ഉള്ളൂ. ആ സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ പക്ഷേ പണികളൊക്കെ കഴിയണേ ഉള്ളൂ കേട്ടോ. തിയേറ്ററിൻ്റെ ആ ഭാഗത്തൊക്കെ അതാ സിറ്റി സെൻട്രൽ മാളിൽ പണികളൊക്കെ കഴിയുന്നേ ഉള്ളൂ. അധികം അങ്ങോട്ട് റഷൊന്നുമല്ല കേട്ടോ. അങ്ങനെ തിരക്കൊന്നും ഇല്ലാത്ത ഏരിയയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് പോണ കാരണം ഞാൻ കുറേ ചോദിച്ചു കേട്ടോ അവരോട്, എങ്ങനെയാണ്. അപ്പോൾ 3rd ഫ്ലോറിലാണ് തിയേറ്റർ വരുന്നത് പറഞ്ഞു. അപ്പോൾ തുടക്കം എഴുതി കണ്ടു. അപ്പോൾ അവിടെ ഉണ്ട് സിനിമ എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ആളൊന്നും ഇല്ലാത്ത കണ്ടപ്പോൾ എന്തോ വിചാരിച്ചപ്പോൾ അപ്പോയിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചെല്ലുമ്പോൾ ഒരാളും അവിടെ ഉണ്ടാവില്ല. ഇത് ഭാഗ്യത്തിന് 3 പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങളായിരുന്നില്ലേ ഫസ്റ്റ്. അപ്പോൾ കൗണ്ടറിൽ ആളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞിട്ടാണ് 11 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ കൗണ്ടറിൽ ആൾ വന്നത്. പിന്നെ ദാ പോപ്കോണും ഐസ്ക്രീമും ഒക്കെ നല്ല മാസം അവിടെ അല്ലേ, അവിടെ ഇങ്ങനെ ആൾക്കാർ വരേണ്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവരൊക്കെ ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ പോയി ഒന്ന് ജസ്റ്റ് അവളോട് പറഞ്ഞു വീഡിയോ ഒക്കെ എടുക്കുക പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ അതുപോലെ എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് കൊടുക്കാനുള്ള ആൾ വന്നിട്ടോ. അപ്പോൾ ഞാൻ ഫോണിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കാട്ടിക്കൊടുത്തു. ടിക്കറ്റൊക്കെ എടുത്തു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നു അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. 6:30 ഷോയ്ക്ക് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ബുക്ക് ചെയ്ത് നോക്കുമ്പോൾ കണ്ടുണ്ടായിരുന്നു 6:30ക്കാണ് കൂടുതൽ തിരക്ക് വരുന്നത്. രാവിലെ അങ്ങനെ അധികം പേര് കാണാൻ ചെല്ലില്ലല്ലോ. അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഒരു അടിപൊളി മൂവിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ വില്ലൻ ഉണ്ടല്ലോ, എന്താണുള്ള പേര്, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ. ആളുടെ ആക്ടിങ് അതിഗംഭീരം എന്ന് പറഞ്ഞു കേട്ടോ. അത്രയും നന്നായി ആക്ട് ചെയ്തിട്ട് നമുക്ക് വെറുത്ത് പോവും. അത് അവരുടെ ഒരു ഗുഡ് ക്വാളിറ്റി ആണല്ലോ. ആ വെറുപ്പ് വരണമെങ്കിൽ അത് ആളുടെ അഭിനയം നന്നായിട്ടല്ല. പിന്നെ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ ആണെങ്കിലും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ഫിലിം ആണല്ലോ. അപ്പോൾ ഇനിയും നല്ല നല്ല ഫിലിം കിട്ടട്ടെ. അപ്പോൾ ഞാൻ തുടക്കം എഴുതി കാട്ടേണ്ടത് എടുക്കണം വിചാരിച്ചിട്ട് ഏറ്റവും ലാസ്റ്റൊക്കെയാണ് അത് എഴുതി കട്ടിയത്. പക്ഷേ അത് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഇൻ്റർവെൽ സമയത്ത് അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവൾക്ക് സ്ഥിരം പിന്നെ പോപ്കോണല്ലോ, പോപ്കോണും അതുപോലെ തന്നെ ഈ പൊട്ടറ്റോ ചിപ്സും വന്നിട്ട് വാങ്ങിക്കൊടുത്തത്. ഐസ്ക്രീം വാങ്ങി തരില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ ചുമ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൾ അതിന് വേണ്ടി വാശിയൊന്നും പിടിച്ചില്ല. അപ്പോൾ അത് അങ്ങനെ സിനിമ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു ഫിലിമേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾക്ക് എന്നുള്ള ജ്യൂസ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ വെച്ചിട്ട് കയറി. അപ്പോൾ ജ്യൂസും ഒരു ഗ്രേപ്പ് ജ്യൂസും അതുപോലെ തന്നെ അവൾ ചിക്കൻ റോളും ആണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ. വൈകുന്നേരമാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. ജ്യൂസിൽ തണുപ്പ് ഐസ് ഇടണ്ടെന്ന് പറയണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് അടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പറഞ്ഞത് ഐസ് ഇടണ്ടാത്. പക്ഷെ അവളത് ഫുള്ള് കുടിച്ചു കേട്ടോ. മെല്ലെ കുടിച്ചത്. ഞാൻ കുടിച്ചില്ല, അവൾ തന്നെയാണ് കേട്ടോ അത് കുടിച്ച് തീർത്തത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇറങ്ങി. അപ്പോൾ അവൾ പറയുമായിരുന്നു സിനിമ കാണേണ്ടതിൽ അമ്മ കണ്ണ് കുത്തിയെന്ന്. ഞങ്ങൾ അത്രയും നല്ല ഇതിൽ കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ ഇതിൻ്റെ അടുത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എന്തോ ഞെട്ടി. അങ്ങനെ അവരുടെ കണ്ണിലൊക്കെ എനിക്ക് കുത്തിയെഴുതി വന്നു ഗൈസ്. അപ്പോൾ അതാ കൂറ്റനാട് ഷഹനാസിലെത്തി. ഞങ്ങൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ധാവണി നോക്കാൻ പോയത്. അപ്പോൾ ആ ധാവണി ഇന്ന് എടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. അന്ന് കണ്ട ധാവണി തന്നെ അല്ല, കാഞ്ചിക്കോട്ടൻ്റെ ധാവണി ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ എല്ലാവടെയും. ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ അതേ ഉള്ളൂല്ലോ. അപ്പോൾ എന്നാൽ എനിക്കൊന്ന് അത് എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അവൾക്ക് ഒരുപോലെ തന്നെ എടുക്കണം എന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ആകെ തിരക്കായിരുന്നു കേട്ടോ. മുകളിൽ പോണൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് വരുന്നുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ തിരക്കായിരിക്കും കേട്ടോ.
അപ്പോൾ അത് ആദ്യം ഈ ബ്ലാക്ക് വെച്ച് നോക്കിട്ടോ. ഇതെങ്ങനെയാ വെച്ചാൽ സ്റ്റിച്ച് ചെയ്താൽ മതിയല്ലോ. ഈ പാവാട ഇങ്ങനെ തന്നെ നമുക്ക് ആ സൈഡിലൊന്നും ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി, വേറെ പണിയൊന്നുമില്ല. പിന്നെ ഈ ഗ്രീനും വെച്ച് നോക്കിട്ടോ. നിങ്ങൾ ശരിക്കും പറയണം കേട്ടോ ഏതാണ് എനിക്ക് ഭംഗിയെന്ന്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് ഗ്രീന്. അതുകൊണ്ട് അതുതന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഗ്രീനും വെച്ച് നോക്കിയിട്ടോ, ഗ്രീനല്ല സോറി ബ്ലാക്കും ഈ റെഡും വെച്ച് നോക്കിയിട്ടോ, അതും രസമുണ്ടായിരുന്നു. പിന്നെ അതിൽ കൂടുതലൊന്നും ഞങ്ങൾ നോക്കിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു വൈറ്റ് നോക്കിയിട്ട് എനിക്ക് വൈറ്റ് ഇഷ്ടമായില്ല കേട്ടോ, അത് എത്രയായാലും ചളിയാവും. പിന്നെ ഞങ്ങൾ ഫിക്സ് ചെയ്തത് ഗ്രീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ വേദൂട്ടനൊരു ഷർട്ടും മുണ്ടും എടുക്കണം മാച്ച് ഉള്ളത് എന്ന് പറയായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അപ്പൂട്ടൻ വരണമില്ല നാട്ടിലേക്ക്, അല്ലെങ്കിൽ പിന്നെ അപ്പൂട്ടന് ഈ ഒരു ഗ്രീൻ എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഈ ഒരു കളർ കിട്ടാൻ ഇനി പാടാവുമോ വിചാരിച്ചു. അത് അങ്ങനെയാണല്ലോ, നമുക്ക് മാച്ചായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഷർട്ട് കിട്ടാനാണ് പണി. ആ ഷർട്ട് മാച്ചായിരുന്നു കേട്ടോ, പക്ഷേ അത് ചെറുതായിരുന്നു, വേദൂട്ടന് ചെറുതാവും അത്. അപ്പോൾ പിന്നെ അത് വേണ്ട വെച്ചിട്ട് അതിൻ്റെ വലുപ്പമുള്ളത് എടുത്തു കേട്ടോ. എനിക്ക് അത് നല്ല ഇഷ്ടമായി. പക്ഷേ അതേ മോഡൽ തന്നെ വലുപ്പമുള്ളത് എന്തോ ഭാഗ്യത്തിന് കിട്ടി. അപ്പോൾ അവൻ ഇട്ട് നോക്കിയപ്പോൾ അത് വലുപ്പമുണ്ട് കേട്ടോ. വലുപ്പമായാലും നമുക്ക് കുഴപ്പമില്ല, കുട്ടി വലുതാവുമല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇതും അതിൻ്റെ മുണ്ടും ഇതായിട്ട് കിട്ടി കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല സൂപ്പറായിരുന്നു കേട്ടോ അത്. പിന്നെ ഞാനൊരു ടോപ്പൊക്കെ വെറുതെ ഇട്ട് നോക്കിയതാണ് കേട്ടോ, എടുക്കാനല്ല ഇട്ട് നോക്കി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗി തോന്നി കേട്ടോ. പക്ഷെ ഞാൻ എടുത്തൊന്നുമില്ല, കാരണം ധാവണി എടുത്തപ്പോൾ തന്നെ നമ്മുടെ പോക്കറ്റ് കാലിയായി. അപ്പോൾ പിന്നെ ഞാൻ അത് മതിയാക്കി ബില്ലടയ്ക്കാൻ വേണ്ടി പോയപ്പോൾ അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. ഇനിയാണ് ശരിക്കുള്ള കഥ വരുന്നത്. ഇവളെ കണ്ടത് ഭാഗ്യമായിരുന്നു കേട്ടോ. ബില്ലടിക്കാൻ നേരത്ത് ബില്ല് പറഞ്ഞു ഞാൻ അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എൻ്റെ ഗൂഗിൾ പേയിൽ നിന്ന് പൈസ പോണില്ല. അതെന്താ വെച്ചാൽ ബാങ്കിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞത്. ഫെഡറൽ ബാങ്കാണ് എൻ്റെ. ഒരുപാട് പേർക്ക് അവിടെ പ്രശ്നം വന്നിട്ട് ചിലരുടെ പൈസ പോയി, പക്ഷേ അവർക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല. എൻ്റെയോ അങ്ങനെ തന്നെ ആയിട്ട് ലാസ്റ്റ് വീട്ടിലെത്തിയപ്പോൾ അറിഞ്ഞത് എൻ്റെ പൈസ പോയിട്ടുണ്ട്, പക്ഷേ അവർക്കും കയറിയിട്ടില്ല, എനിക്കും തിരിച്ചു വന്നിട്ടില്ല, 2 ദിവസം പിടിക്കുന്നുണ്ട് പറഞ്ഞത്. അപ്പോൾ ഇവളാണ് ചെയ്തത് എൻ്റെ പൈസ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ആ ഡ്രസ്സ് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് അന്ന് കിട്ടിയില്ല. പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് വൈകുന്നേരം ക്യാബിലോട്ടോ ശരിയായത് എൻ്റെ. അങ്ങനെ അവൾക്ക് ആ പൈസ അപ്പം തന്നെ ഞാൻ അയച്ചു കൊടുത്തു. എന്തായാലും അവൾ അപ്പം ഉള്ളത് കൊണ്ട് നന്നായി. പിന്നെ ഞാനത് കൂട്ടുപാത ഇറങ്ങി, പ്രിയദർശിനി ബസ്സിലാണ് കേട്ടോ ഞങ്ങൾക്ക് ടിക്കറ്റൊന്നും എടുക്കാതെ വരാൻ പറ്റി കൂട്ടുപാതയ്ക്ക്. കൂട്ടുപാത എത്തി കുറച്ച് ആപ്പിൾ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. വേദിട്ട് ഞങ്ങളെ കാത്തിരിക്കാൻ, അവൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ, അല്ലെങ്കിൽ അവന് സങ്കടമാവുമല്ലോ. അപ്പോൾ അതാ ഞങ്ങൾ വന്ന സന്തോഷമാണ് കേട്ടോ മുഖത്ത് മിന്നി മറിയുന്നത്. നന്നായി ഉറങ്ങി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക അമ്മ എന്താ വരാത്തത്, ഞാൻ ചേച്ചി എന്താ വരാത്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.